എല്ലാവർക്കും നമസ്കാരം. റീസ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് ഇവിടെ തുടങ്ങുകയാണ്. എൽ ഡി സിയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും അതുപോലെ ഡിഗ്രി മെയിൻസുകളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെല്ലാം വേണ്ടി എല്ലാം ഉതകുന്ന തരത്തിലുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ എക്കണോമിക്സ്, സിവിക്സ് തുടങ്ങിയ എല്ലാ പോർഷനിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവരും ക്ലാസ് വീണ്ടും വീണ്ടും കേട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഹിസ്റ്ററിയുടെ പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ മറ്റ് സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഹിസ്റ്ററിയിൽ നിന്ന് പലതവണ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള 100ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക, മൊത്തം ക്ലാസ്സും കേൾക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം: Who presided over the Akhila Kerala Convention held at Thrissur in 1947 demanding the formation of Kerala state based on language? അഖില കേരള കൺവെൻഷൻ ഇവിടെ തൃശ്ശൂരിൽ വെച്ച് നടന്ന 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന അഖില കേരള കൺവെൻഷനെ ആരാണ് പ്രിസൈഡ് ചെയ്തത്, പ്രസിഡൻ്റ് ആയിരുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം കെ കേളപ്പനാണ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ബേസിൽ കേരള സ്റ്റേറ്റ് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കൺവെൻഷനായിരുന്നു അഖില കേരള കൺവെൻഷൻ. അതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നത് ആരായിരുന്നു? കെ കേളപ്പനാണ്. അടുത്ത ചോദ്യം: The revolt took place in 1697 in connection with the monopoly of the pepper trade. അഞ്ചുതെങ്ങു റിവോൾട്ട്. അപ്പോൾ 1697 വെച്ച് നടന്നിട്ടുള്ള റിവോൾട്ട് ഏതാണെന്നാണ് ചോദ്യം. എന്തുമായി ബന്ധപ്പെട്ടാണ്? കുരുമുളക് വ്യാപാരത്തിൻ്റെ കുത്തകയുമായി ബന്ധപ്പെട്ടതായിരുന്നു റിവോൾട്ടിൻ്റെ കാരണം, കലാപത്തിൻ്റെ കാരണം. ഏതായിരുന്നു ആ കലാപം? അഞ്ചുതെങ്ങു റിവോൾട്ടാണ്. ദെൻ അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: Who presided over the 5th Malabar Political Conference held at മഞ്ചേരി in 1920? അപ്പോൾ ചോദ്യം എന്താണ്? 1920 മഞ്ചേരിയിൽ വെച്ച് നടന്ന 5ാം മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? കസ്തൂരി രംഗ അയ്യങ്കാറാണ്. കസ്തൂരി രംഗ അയ്യങ്കാർ. അടുത്ത ചോദ്യം: ദ ഹിൽസ് ദാറ്റ് വിറ്റ്നസ്ഡ് ദ റിവോൾട്ട് ഓഫ് പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ സമരങ്ങൾ, യുദ്ധങ്ങൾ ഏത് മലനിരകളിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്? പുരളിമലയിലാണ്. പുരളിമല. ദെൻ അടുത്ത ചോദ്യം: ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ നേവൽ ഫോഴ്സ് ഓഫ് സാമൂരിൻ അറ്റ് ദ ടൈം ഓഫ് ദ അറൈവൽ ഓഫ് വാസ്കോ ഡ ഗാമ വാസ്. അപ്പോൾ സാമൂതിരിയുടെ ഹെഡ് ക്വാർട്ടർ ഏതാണെന്നാണ് ചോദ്യം. തലസ്ഥാനം ഏതായിരുന്നു എന്നാണ് ചോദ്യം. എപ്പോൾ? വാസ്കോ ഡ ഗാമ വരുന്ന സമയത്ത്. ഉത്തരം പൊന്നാനിയാണ്. ഉത്തരം പൊന്നാനി. അടുത്ത ചോദ്യം: ദ ഇയർ ഇൻ വിച്ച് കേരള കൗമുദി വാസ് സ്റ്റാർട്ടഡ് പബ്ലിക്കേഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് CV കുഞ്ഞിരാമൻ വിത്ത് മൂലൂർ S പത്മനാഭ പണിക്കർ ആസ് ആൻ എഡിറ്റർ. ഉത്തരം 1911. എന്താണ് ചോദ്യം? കേരള കൗമുദി എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. ആരുടെ നേതൃത്വത്തിലാണ്? CV കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ മൂലൂർ S പത്മനാഭ പണിക്കർ എഡിറ്ററായിട്ട് എന്നാണ് കേരള കൗമുദി ആരംഭിച്ചത്? 1911. 1911. The first woman to become the acting president of the Travancore State Congress. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആയിരുന്ന ആദ്യത്തെ വുമൺ, ആദ്യ വനിത ആരായിരുന്നു? അക്കാമ ചെറിയാനാണ്. ഉത്തരം അക്കാമ ചെറിയാൻ. അടുത്ത ചോദ്യം: ഹു വാസ് ദ സെക്രട്ടറി ഓഫ് ഹോം റൂൾ ലീഗ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മലബാർ ഇൻ 1960? 1916 മലബാറിൽ ആരംഭിച്ച ഹോം റൂൾ ലീഗിൻ്റെ സെക്രട്ടറി ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം KP കേശവ മേനോൻ. അടുത്ത ചോദ്യം: ദ ഫോഴ്സസ് ഫ്രം വിച്ച് ഫോർട്ട് സപ്രസ്ഡ് ദ റിവോൾട്ട് ഓഫ് ആറ്റിങ്ങൽ ഇൻ 1721. 1721 ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ഏത് കോട്ടയിൽ നിന്ന്, എവിടെ നിന്ന് വന്ന സേനയായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം തലശ്ശേരി. അടുത്ത ചോദ്യം: ദ ലാർജസ്റ്റ് സ്ട്രൈക്ക് ഓർഗനൈസ്ഡ് ബൈ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ കേരള. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സമരം പുന്നപ്ര വയലാർ സമരമാണ്. അടുത്ത ചോദ്യം: ഹു റിക്കമെൻഡഡ് ഡിക്ലെയറിംഗ് പ്രസിഡൻസ് റൂൾ ഇൻ തിരുക്കൊച്ചി വെൻ പനമ്പള്ളി ഗോവിന്ദമേനോൻ റിസൈൻഡ് ഇൻ 1956? 1956 പനമ്പള്ളി ഗോവിന്ദമേനോൻ രാജിവെച്ചതിനെ തുടർന്ന് തിരുക്കൊച്ചിയിലെ പ്രസിഡൻറ്റ് റൂള് റെക്കമെൻഡ് ചെയ്തത് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ. The venue of the first agricultural strike in Kerala organized by അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യ കാർഷിക സമരം ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ സ്ഥലം ഏതായിരുന്നു എന്നാണ് ചോദ്യം. വെങ്ങാനൂർ. അടുത്ത ചോദ്യം: ഹു ചാലഞ്ച്ഡ് ദ റിച്വൽസ് ഓഫ് സുചീന്ദ്രം
temple in 1833 by pulling chariot at the time of festival along with the sociologically downtrodden. അയ്യ വൈകുണ്ഠർ. ശുചീന്ദ്രം ടെമ്പിളിലെ അമ്പലത്തിലെ ആചാരങ്ങളുമായിട്ട് അതിനോട് എതിർത്തുകൊണ്ട് ആരാണ് തേര് വലിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം അയ്യ വൈകുണ്ഠറാണ്. അടുത്ത ചോദ്യം, ഹൂ ഇൻവൈറ്റഡ് ഹൈദർ അലി ടു ഇൻവേഡ് മലബാർ? മലബാർ ആക്രമിക്കാൻ വേണ്ടി ഹൈദർ അലിയെ ക്ഷണിച്ചത് ആരാണെന്നാണ് ചോദ്യം. രാജാവ് ഓഫ് പാലക്കാട്, പാലക്കാടിലെ രാജയാണ് ക്ഷണിച്ചത്, ഹൈദർ അലിയെ ക്ഷണിച്ചത്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഇൻ ഉളിയത്ത് കടവ് വിച്ച് വാസ് ദ മെയിൻ ലൊക്കാൽ ഓഫ് സാൾട്ട് സത്യാഗ്രഹ ഇൻ കേരള? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദികളിലൊന്നായ ഉളിയത്ത് കടവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. കണ്ണൂരിലാണ്. ഹൂ ലെഡ് സാൾട്ട് സത്യാഗ്രഹ മാർച്ച് ഫ്രം പാലക്കാട് ടു പയ്യന്നൂർ? ആൻസർ ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് നിന്നും പയ്യന്നൂരിലോട്ട് ജാഥ നയിച്ചത് ആരെന്നാണ് ചോദ്യം. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. അടുത്ത ചോദ്യം, ഹൂ ലെഡ് ദ ബ്രിട്ടീഷ് ഫോഴ്സസ് വിച്ച് എൻറ്റേർഡ് ട്രാവൻകൂർ വിയ ആരംബോളി പാസ് ടു സപ്രസ് ദ റിവോൾട്ട് ഓഫ് വേലുത്തമ്പി ദളവ ഇൻ 1809? കേണൽ ലീഗറാണ്. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ 1809 റിവോൾട്ടിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ബ്രിട്ടീഷ് ഫോഴ്സിനെ നയിച്ചത് ആരാണെന്നാണ് ചോദ്യം. കേണൽ ലീഗറാണ്. ദ ഓൺലി പേഴ്സൺ ഹൂ ഹെഡഡ് ദ ഗവൺമെൻറ് ഇൻ ട്രാവൻകൂർ, കൊച്ചിൻ ആൻഡ് കേരള? പട്ടം താണുപിള്ളൈ. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരള ഈ 3 ഗവൺമെൻറ്റിൻ്റെയും തലവനായിട്ട് ഇരുന്നിരുന്ന ആരാണെന്നാണ് ചോദ്യം. പട്ടം താണുപിള്ളൈ. അടുത്ത ചോദ്യം, ദ person who became a member in the Cochin, Travancore, Cochin and Kerala legislative assemblies and both houses of parliament? കൊച്ചിയുടെയും തിരുക്കൊച്ചിയുടെയും കേരള ലെജിസ്ലേറ്റീവിൻ്റെയും അതേപോലെ തന്നെ 2 പാർലമെൻറ്റ് ഹൗസുകളുടെയും, അതായത് ലോക്സഭയുടെയും രാജ്യസഭയായാലും ഇതിലൊക്കെ മെമ്പറായിരുന്ന കേരളത്തിലെ വ്യക്തി ആരാന്നാണ് ചോദ്യം. ഉത്തരം കെ. കരുണാകരൻ. അടുത്ത ചോദ്യം, ഹൂ വാസ് ദ ചെയർമാൻ ഓഫ് ദ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ ഓഫ് കേരള? ആൻസർ EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ ചോദ്യം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ തലവനായിരുന്നത്, ചെയർമാൻ ആയിരുന്നത് ആരാണെന്നാണ് ചോദ്യം. EMS നമ്പൂതിരിപ്പാട്. ദ ഓൺലി ഒക്കേഷൻ ഇൻ കേരള ഹിസ്റ്ററി ഇൻ വിച്ച് നൺ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് കുഡ് ഫോം എ ഗവൺമെൻറ് ആഫ്റ്റർ ദ എലക്ഷൻ ആൻഡ് പ്രസിഡന്റ് റൂൾ കണ്ടിന്യൂഡ് ഇൻ ദ സ്റ്റേറ്റ്? ആൻസർ 1965. കേരളത്തിലെ ഒരേ ഒരു ഇലക്ഷനാണ് കേരളത്തിൽ ഒരു പാർട്ടിക്കും മെജോറിറ്റി കിട്ടാതെ, ഒരു പാർട്ടിയും ഭരിക്കാതെ പ്രസിഡന്റ് റൂൾ കണ്ടിന്യൂ ചെയ്യേണ്ട അവസ്ഥ വന്നത് 1965 ഇലക്ഷനിലാണ്. അടുത്ത ചോദ്യം, ദ ഓർഗനൈസേഷൻ വിച്ച് ലിബറേറ്റഡ് മാഹി ഫ്രം ഫ്രഞ്ച് റൂൾ? ഫ്രഞ്ച് റൂളിൽ നിന്ന് മാഹിയെ മോചിപ്പിച്ച ഓർഗനൈസേഷൻ ഏതാണ്? മാഹി മഹാജനസഭയാണ്. മാഹി മഹാജനസഭ. അടുത്ത ചോദ്യം, ഹൂ പെർമിറ്റഡ് ടു ബിൽഡ് ദ അഞ്ചങ്കോ ഫോർട്ട് ഇൻ ദ 17th century? 17ാം നൂറ്റാണ്ടിലെ അഞ്ചങ്കോ കോട്ട പണി കഴിപ്പിക്കാൻ വേണ്ടി സമ്മതം നൽകിയ ആളാരാണെന്നാണ് ചോദ്യം. ഉത്തരം റാണി ഓഫ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിലെ റാണിയായിരുന്നു. അടുത്ത ചോദ്യം, ദ ചർച്ച് വേർ വാസ്കോഡഗാമ വാസ് ബറീഡ് അറ്റ് കൊച്ചി? കൊച്ചിയിലെ വാസ്കോഡഗാമയെ അടക്കം ചെയ്തിട്ടുള്ള പള്ളി ഏതാണെന്നാണ് ചോദ്യം. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ്. ഇൻ വിച്ച് ഇയർ ദ ലെങ്തിയസ്റ്റ് പ്രസിഡന്റ് റൂൾ ഇൻ കേരള വാസ് എൻഡഡ്? കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാഷ്ട്രപതി ഭരണം എന്നാണ് അവസാനിച്ചത്? 1967. ദ വെന്യൂ ഓഫ് ദ ഫസ്റ്റ് മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ്? മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസിൻ്റെ വേദി ഏതായിരുന്നു? ആദ്യ മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസിൻ്റെ വേദി പാലക്കാടാണ്. അടുത്ത ചോദ്യം, 27ാമത്തെ ചോദ്യം, ഹൂ ബിക്കെയിം ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ കേരള സാഹിത്യ അക്കാദമി ഇൻ 1956? 1956 കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാനായി നിയമിതനായ ആളാരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. ദ നാഷണാലിറ്റി ഓഫ് ജെയിംസ് ഡാറ ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ ഫസ്റ്റ് കൊയർ ഫാക്ടറി ഇൻ കേരള? കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആയിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ജെയിംസ് ഡാറയുടെ നാഷണാലിറ്റി ഏതാണെന്നാണ് ചോദ്യം. അയർലാൻഡുകാരനാണ്. അദ്ദേഹം ഒരു അയർലാൻഡ് സ്വദേശിയായിരുന്നു. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ കോട്ടയം ബിക്കെയിം ദ ഫുള്ളി ലിറ്ററേറ്റ് ടൗൺ ഇൻ ഇന്ത്യ? 1989. 1989 കേരളം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫുള്ളി ലിറ്ററേറ്റ് ആയിട്ടുള്ള, അതായത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരമായി മാറിയത് 1989. ദ വെന്യൂ ഓഫ് ദ 4th ആൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് വിച്ച് വാസ് പ്രിസൈഡഡ് ഓവർ ബൈ ജവഹർലാൽ നെഹ്റു? ആൻസർ പയ്യന്നൂർ. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം പ്രസിഡൻ്റായിട്ടുള്ള അഖില കേരള പൊളിറ്റിക്കൽ കോൺഫറൻസിൻ്റെ, രാഷ്ട്രീയ കോൺഫറൻസിൻ്റെ
വെന്യൂ ഏതാണ്, സ്ഥലം ഏതായിരുന്നാണ് ചോദ്യം. പയ്യന്നൂറാണ്. വിച്ച് സിസ്റ്റം വാസ് കാൾഡ് ദ സ്റ്റീൽ ഫ്രെയിംവർക്ക് ഓഫ് അക്ബേഴ്സ് അഡ്മിനിസ്ട്രേഷൻ. അക്ബറിൻ്റെ അഡ്മിനിസ്ട്രേഷനിലെ സ്റ്റീൽ ഫ്രെയിംവർക്ക് എന്നറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ മാൻസബ്ദാരി സമ്പ്രദായമാണ്, മാൻസബ്ദാരി സിസ്റ്റം. ദ പേർഷ്യൻ ഫെസ്റ്റിവൽ ഓഫ് നവറോസ് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ബൈ കുത്ബുദ്ദീൻ ഐബക്ക്. കുത്ബുദ്ദീൻ ഐബക്കാണ് പേർഷ്യൻ ഫെസ്റ്റിവൽ ഓഫ് നവറോസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് ദ പ്രൊവിൻസ് അണ്ടർ മുഗൾ അഡ്മിനിസ്ട്രേഷൻ വാസ് നോൺ ആസ് സുബ. മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ, മുഗൾ ഭരണത്തിൻ്റെ കീഴിൽ പ്രൊവിൻസുകൾ അറിയപ്പെട്ടിരുന്നത് സുബ എന്നാണ്. വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഡെൽറ്റ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് പീരിയഡ്. ആൻസർ ദിവാൻ ഐ റസാലറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ മറാത്ത അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഒഫീഷ്യൽ ലുക്ക്ഡ് ആഫ്റ്റർ ദ ഫിനാൻസ് ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ. ആൻസർ പേഷ്വ. മറാത്ത സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ മറാത്ത ഭരണത്തിൽ ആരായിരുന്നു ധനകാര്യവും അതുപോലെ തന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷനും കൈകാര്യം ചെയ്തിരുന്നത്? പേഷ്വയാണ്. അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യം. ഹൂ ലുക്ക്ഡ് ആഫ്റ്റർ ദ മാറ്റേഴ്സ് ഓഫ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറിങ് ദ മുഗൾ പീരിയഡ്. ആൻസർ മീർ ബാക്ഷി. മീർ ബാക്ഷിയാണ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷനെ, മുഗൾ ഭരണത്തിൻ്റെ കീഴിൽ മുഗൾ പീരീഡിൽ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ്റെ നേതൃത്വം നൽകിയിരുന്നത് മീർ ബാക്ഷിയാണ്. വിച്ച് വാസ് കാൾഡ് ദി സെൻട്രൽ പില്ലർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണത്തിൻ്റെ സെൻട്രൽ പില്ലർ, നെടുന്തൂണെന്ന് അറിയപ്പെട്ടിരുന്നത് ഇക്ത സിസ്റ്റമാണ്, ഇക്ത സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ദ എൻഡ് ഓഫ് വിച്ച് ഓഫ് ദ മുഗൾ റൂളർ ദ മുഗൾ റൂൾ ഫേസ്ഡ് ദ പ്രോബ്ലം ഓഫ് ദ ജാഗീന്ദാരി ക്രൈസിസ്. ജാഗീന്ദാരി ക്രൈസിസ് മുഗൾ ഭരണത്തിൻ്റെ കീഴിൽ, മുഗൾ റൂളേഴ്സിൽ ആരുടെ ഭരണത്തിൻ്റെ കീഴിലാണ് ജാഗീന്ദാരി ക്രൈസിസ് നേരിട്ടിരുന്നത് എന്നാണ് ചോദ്യം. ആരുടെ ഭരണത്തിൻ്റെ അവസാനമായപ്പോഴാണ് ജാഗീന്ദാരി ക്രൈസിസ് നേരിട്ടത് എന്നാണ് ചോദ്യം. ആൻസർ ഔറംഗസേബാണ്. ഔറംഗസേബിൻ്റെ ഭരണകാലത്തിൻ്റെ അവസാനമായിട്ടാണ് മുഗൾ ഭരണത്തിന് ഇങ്ങനൊരു ക്രൈസിസ് നേരിടേണ്ടത് വന്നത്. നെവർ വാസ് ആൻ അൺലക്കി സോവറിൻ സോ മിസ്കാൾഡ്. എബൌട്ട് ഹൂം ലെയ്ൻ പൂൾ മെയ്ഡ് ദീസ് റിമാർക്ക്. ഈ നെവർ വാസ് അൺലക്കി സോവറിൻ സോ മിസ്കാൾഡ് എന്ന ലെയ്ൻ പൂൾ അഭിപ്രായപ്പെട്ടത് ആരെക്കുറിച്ചാണ്? ഹുമയൂണിനെ കുറിച്ചാണ്. അടുത്ത ചോദ്യം. ദ ഗ്രേറ്റസ്റ്റ് റൂളർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ മറാത്ത എംപയർ വാസ് ശിവാജി. ശിവാജി ആയിരുന്നു മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് റൂളർ എന്നറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം. ഹൂ ഡിക്ലെയർഡ് പ്ലാസി ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ അമൃത്സർ ഹാസ് ഷെയ്ക്കൺ ഇറ്റ്. പ്ലാസി ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഉത്തരം മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം. ദ കാൻഡിഡേറ്റ് ഹൂം ഗാന്ധിജി സപ്പോർട്ടഡ് വെൻ ദ ഇലക്ഷൻ വാസ് കണ്ടക്റ്റഡ് ടു ദ പോസ്റ്റ് ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1939. ഗാന്ധിജി 1939 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്തത് എന്നാണ് ചോദ്യം. ഉത്തരം പട്ടാഭി സീതാരാമയ്യാണ്. അടുത്ത ചോദ്യം. വിച്ച് യൂറോപ്യൻ പവർ സപ്പോർട്ടഡ് നവാബ് ഓഫ് ബംഗാൾ ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി യുദ്ധത്തിൽ നവാബ് ഓഫ് ബംഗാൾ നവാബിനെ സപ്പോർട്ട് ചെയ്ത യൂറോപ്യൻ ശക്തി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഫ്രഞ്ച് ശക്തികളാണ് ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ നവാബ് ഓഫ് ബംഗാളിനെ സപ്പോർട്ട് ചെയ്തത്. അടുത്ത ചോദ്യം. ആഫ്റ്റർ ദ ഡിമൈസ് ഓഫ് വിച്ച് ലീഡർ മഹാത്മാഗാന്ധി ഹാസ് എമേർജ്ഡ് ആസ് ദ എമിനൻറ്റ് ലീഡർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ എമിനൻറ്റ് ലീഡറായി, പ്രധാന നേതാവായിട്ട് ഗാന്ധിജി ഉയർന്നു വന്നത് ഏത് നേതാവിന് ശേഷമാണ് എന്നാണ് ചോദ്യം. ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം. ദ ഇമ്പോർട്ടൻസ് ഓഫ് 23rd June 1757 ഇൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 23 ജൂൺ 1757 പ്രത്യേകത എന്താണ്? ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം നടന്ന വർഷം, ഡേറ്റാണ് 23 ജൂൺ 1757. അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം. Who said about the 1857 revolt that it began as a mutiny and became a popular rebellion? അപ്പോൾ 1857 കലാപത്തെ ഇറ്റ് ബിഗൻ ആസ് എ മ്യൂട്ടനി, ഒരു കലാപമായി തുടങ്ങിയിട്ട് പിന്നെ ജനകീയ പ്രക്ഷോഭമായി മാറി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഹച്ചിൻസൺ. അടുത്ത ചോദ്യം. എ ബ്രിട്ടീഷ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ 1889 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ്
വില്യം വേർഡ്സ്ബേണിൻ്റെ നേതൃത്വത്തിലാണ് 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ഒരു ബ്രിട്ടീഷ് കമ്മിറ്റി രൂപപ്പെട്ടത്. ഹൂ വാസ് ദ വൈസ്രോയി വെൻ ദ പ്രിൻസ് ഓഫ് വെയിൽസ് വിസിറ്റഡ് ഇന്ത്യ ഇൻ 1876? 1876 വെയിൽസിലെ രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം നോർത്ത് ബ്രൂക്ക്. അടുത്ത ചോദ്യം, മിയർലി എ മ്യൂട്ടിനി ഓഫ് സോൾജിയേഴ്സ് which took the shape of the revolt of people in certain areas. Who said this about the mutiny of 1857? 1857 കലാപത്തെക്കുറിച്ച് മിയർലി എ മ്യൂട്ടിനി ഓഫ് സോൾജിയേഴ്സ് വിച്ച് ടുക്ക് ദി ഷേപ്പ് ഓഫ് ദ റിവോൾട്ട് ഓഫ് പീപ്പിൾ ഇൻ സർട്ടൈൻ ഏരിയാസ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ചാൾസ് റാൽസ്. അടുത്ത ചോദ്യം 50ാമത്തെ ചോദ്യമാണ്. Name the British Prime Minister when the revolt of 1857 was started. 1857 കലാപം ആരംഭിച്ചപ്പോൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ് ചോദ്യം. വിസ്കോണ്ട് പാൽമേഴ്സ്റ്റോൺ. അടുത്ത ചോദ്യം, കോൺഗ്രസ് റേഡിയോ വാസ് ദ ബ്രോഡ്കാസ്റ്റിംഗ് മൗത്ത് പീസ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡ്യൂറിങ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഹൂ ഓർഗനൈസ്ഡ് ഇറ്റ്? നല്ലൊരു ചോദ്യമാണത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പരിപാടികളെ ജനങ്ങളിലോട്ട് എത്തിച്ചിരുന്നത്, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ സമയത്ത് ജനങ്ങളിലോട്ട് എത്തിച്ചിരുന്നത് കോൺഗ്രസ് റേഡിയോ വഴിയാണ്. അതിന് ആരാണ് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഓർഗനൈസർ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഉഷാ മേത്ത. അടുത്ത ചോദ്യം, ഹൂ വാസ് ദ വൈസ്രോയി വെൻ കോൺഗ്രസ് ലോഞ്ച്ഡ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ? കോൺഗ്രസ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ, അതായത് വ്യക്തി സത്യാഗ്രഹം എന്ന സമരമുറ സ്വീകരിച്ച സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലോർഡ് ലിൻലിത്ഗോ. അടുത്ത ചോദ്യം, ഹൂ ബിലീവ്ഡ് ദാറ്റ് ദ റിവോൾട്ട് ഓഫ് 1857 വാസ് എ റിസൾട്ട് ഓഫ് എ മുഹമ്മദൻ കോൺസ്പിറൻസി മേക്കിംഗ് ക്യാപിറ്റൽ ഔട്ട് ഓഫ് ഹിന്ദു ഗ്രീവൻസസ്? ആൻസർ സർ ജെയിംസ് ഓട്രം. In which region Diwan Maniram Datta was a leader of revolutionaries of 1857? ആൻസർ ആസാം. 1857 കലാപത്തിലെ ഏത് പ്രദേശത്തെ റവല്യൂഷണറികളുടെ നേതാവായിരുന്നു മണിറാം ദത്ത? ആൻസർ ആസാം. അടുത്ത ചോദ്യം, ദ വൈഫ് ഓഫ് വാജിദ് അലി ഷാ ഹൂ ലെഡ് ദ റിവോൾട്ട് ഓഫ് 1857 ഇൻ ഔദ്? ആൻസർ ബീഗം ഹസ്രത്ത് മഹൽ. അപ്പോൾ 1857 കലാപത്തിൽ ഔദിൽ നേതൃത്വം നൽകിയത് വാജിദ് അലി ഷായുടെ ഭാര്യയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബീഗം ഹസ്രത്ത് മഹൽ എന്നാണ്. അടുത്ത ചോദ്യം, ദ സിസ്റ്റമാറ്റിക് എക്സ്ക്ലൂഷൻ ഓഫ് ഇന്ത്യൻസ് ഫ്രം ഒഫീഷ്യൽ എംപ്ലോയ്മെൻറ്റ് ഓഫ് എ സുപ്പീരിയർ ക്യാരക്ടർ വാസ് ആൻ ആൻറ്റി ഇന്ത്യൻ പോളിസി വിച്ച് വാസ് നാഷണൽ ഫാക്ടർ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. The comment related to the revolt of 1857 was made by PC ജോഷി. 1857 കലാപത്തെക്കുറിച്ചിട്ട് ഇന്ത്യക്കാരെ ഇന്ത്യയിലെ ജോലികളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഒരു ക്യാരക്ടറിൻ്റെ സുപ്പീരിയർ ക്യാരക്ടർ ബേസിലാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? PC ജോഷിയാണ്. അടുത്ത ചോദ്യം, ദ വൈസ്രോയി ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർവേഡ് പോളിസി എന്ന പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത വൈസ്രോയി ലോർഡ് ലിട്ടൺ. About the revolt of 1857, which leader pointed out in 1864 that there was no popular outbreak, even the soldiers would not have mutinied but for the merit punishments. I therefore think that the mutiny of 1857 was not a popular rebellion. 1857 കലാപം ഒരു പോപ്പുലർ റിബല്യൻ അല്ല, ജനകീയ പ്രക്ഷോഭമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് സെയ്ദ് അഹമ്മദ് ഖാൻ. അടുത്ത ചോദ്യം, ഹൂ ആട്രിബ്യൂട്ട്സ് ദ റിബല്യൻ ഓഫ് 1857 ടു കാസ്റ്റ് മൊബിലൈസേഷൻ? എറിക് സ്റ്റോക്സിൻ്റെ അഭിപ്രായത്തിൽ 1857 കലാപം ഒരു കാസ്റ്റ് മൊബിലൈസേഷനാണ്. അടുത്ത ചോദ്യം, ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദ 1857 റിവോൾട്ട്? 1857 കലാപത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് എൻഫീൽഡ് റൈഫിൾസ് ആയിരുന്നു. എൻഫീൽഡ് റൈഫിൾസ് സേനയിലേക്ക് കൊണ്ടുവന്നതാണ് 1857 കലാപത്തിൻ്റെ കാരണമായത്, പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ കാരണമായത്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ
ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി നെഹ്റു തന്നെയാണ്. അടുത്ത ചോദ്യം, ദ പാക്ട് സൈഡ് ബിറ്റ്വീൻ ഇന്ദിരാഗാന്ധി ആൻഡ് സുൽഫിക്കർ അലി ഭൂട്ടോ ഓൺ 2 ജൂലൈ 1972. 1972 ജൂലൈ 2 ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഒപ്പിട്ട ഉടമ്പടി ഷിംല ഉടമ്പടി അഥവാ ഷിംല പാക്ട് എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, 63ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ ബോംബെ സ്റ്റേറ്റ് വാസ് ബൈഫർക്കേറ്റഡ് ഇൻ ടു മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്? 1960. 1960 ബോംബെ എന്ന സംസ്ഥാനത്തെ വിഭജിച്ചിട്ട് രണ്ടാക്കി മഹാരാഷ്ട്രയും ഗുജറാത്തും ആക്കി മാറ്റിയത് 1960. അടുത്ത ചോദ്യം, ഓൺ വിച്ച് ഡേറ്റ് ഇൻറ്റേർണൽ എമർജൻസി വാസ് ഡിക്ലെയർഡ് ബൈ പ്രസിഡൻറ്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഓൺ ദ അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി? ഇന്ദിരാഗാന്ധിയുടെ അഡ്വൈസ് പ്രകാരം, അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ അഡ്വൈസ് പ്രകാരം എന്നാണ് പ്രസിഡൻ്റായിട്ടുള്ള ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം ജൂൺ 25, 1975. 1975 ജൂൺ 25 ഇന്ത്യയിലെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആരുടെ അഭിപ്രായത്തിൽ, ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ്. ആരാണ് പ്രഖ്യാപിച്ചത്? അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അടുത്ത ചോദ്യം, ദ ഓർഗനൈസേഷൻ ദാറ്റ് വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ ലിബറേഷൻ ഓഫ് ഈസ്റ്റ് പാകിസ്ഥാൻ. കിഴക്കൻ പാകിസ്ഥാൻ്റെ ലിബറേഷന്, അതായത് ബംഗ്ലാദേശിൻ്റെ ലിബറേഷന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഓർഗനൈസേഷൻ ഏതായിരുന്നു? മുക്തി ബാഹിനിയാണ്. മുക്തി ബാഹിനി. അടുത്ത ചോദ്യം, ദ കമ്പനി ഇൻവോൾവ്ഡ് ഇൻ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഓഫ് 1984. അപ്പോൾ ഭോപ്പാൽ ദുരന്തത്തിൻ്റെ 1984 നടന്ന ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായിട്ടുള്ള കമ്പനി, ഭോപ്പാൽ ദുരന്തം നടന്നിട്ടുള്ള കമ്പനി യൂണിയൻ കാർബൈഡ് ആണ്. യൂണിയൻ കാർബൈഡ്. അടുത്ത ചോദ്യം, 67ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ സ്റ്റാറ്റസ് ഗിവൺ ടു സിക്കിം ത്രൂ ദ 35th അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1974? ആൻസർ, അസോസിയേറ്റ് സ്റ്റേറ്റ്. അസോസിയേറ്റ് സ്റ്റേറ്റ് എന്ന പദവിയാണ് സിക്കിമിന് 35ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1974 ലഭിച്ചത്. അസോസിയേറ്റ് സ്റ്റേറ്റ്. ചോദ്യം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതായത് UGC വാസ് ഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ്. UGC ഏത് കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണമാണ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ്റെ പ്രകാരമാണ് സ്ഥാപിതമായത്? ആൻസർ, ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് UGC രൂപവൽക്കരിച്ചത്. അടുത്ത ചോദ്യം, ഹു വാസ് ദ പ്രൈം മിനിസ്റ്റർ വെൻ ഇന്ത്യ കണ്ടക്റ്റഡ് ദ സെക്കൻഡ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഇൻ 1998? 1998 ഇന്ത്യയുടെ രണ്ടാമത്തെ അണുപരീക്ഷണം നടത്തിയ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി. അടുത്ത ചോദ്യം, വൈൽ ഇനാഗുറേറ്റിംഗ് വിച്ച് establishment Jawaharlal Nehru stated that he looked upon these works as modern temples and places of worship. അപ്പോൾ മോഡേൺ ടെമ്പിളായിട്ടും അല്ലെങ്കിൽ പ്ലേസസ് ഓഫ് വർഷിപ്പായിട്ടും ഏത് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്, അല്ലെങ്കിൽ ഏതിൻ്റെ ഉദ്ഘാടന വേളയിലാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? ബക്രാൻ അങ്കൽ കനാലുകളുടെ ഉദ്ഘാടന സമയത്താണ്. അടുത്ത ചോദ്യം, ദ ഇയർ ഓഫ് ഗ്ലോറിയസ് റവല്യൂഷൻ ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. 1688. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ദ ഫസ്റ്റ് വേൾഡ് വാർ വാസ് സ്റ്റാർട്ടഡ്? 1914. 1914 ആദ്യത്തെ വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1914. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വിൻസ്റ്റൺ ചർച്ചിൽ ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ ഫോർ ദ ഫസ്റ്റ് ടൈം? വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായി ആദ്യം അധികാരത്തിലേറിയ വർഷം 1940. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ലാസ്റ്റ് കൺട്രി സറണ്ടേർഡ് ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ? രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അവസാനമായി കീഴടങ്ങിയ രാജ്യം ജപ്പാനാണ്. ഉത്തരം ജപ്പാൻ. ഇൻ വിച്ച് ഇയർ ദ USA എൻറ്റേർഡ് ദ സെക്കൻഡ് വേൾഡ് വാർ? അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ അണിചേർന്നത് 1941. 1941. അടുത്ത ചോദ്യം, ദ ഇയർ ഓഫ് ഔട്ട് ബ്രേക്ക് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിച്ച വർഷം 1789. 1789. ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ ഹൂ സെഡ് ഐ ഹാവ് നോട്ട് ബിക്കം ദ കിങ്സ് ഫസ്റ്റ് മിനിസ്റ്റർ ടു പ്രിസൈഡ് ഓവർ ദ ലിക്വിഡേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ? വിൻസ്റ്റൺ ചർച്ചിൽ. ഇൻ വിച്ച് ഇയർ ബ്രിട്ടൻ റെക്കഗ്നൈസ്ഡ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? 1783. ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചത് എന്നാണ് 1783. അടുത്ത ചോദ്യം, റഷ്യൻ ലീഡർ ഹു വാസ് ഔസ്റ്റഡ് ഇൻ എ ബ്ലഡ്ലെസ് കൂപ്പ് ഇൻ 1991? ആൻസർ, ഗോർബച്ചേവ്.
ഏത് റഷ്യൻ ഭരണാധികാരിയാണ് ഭരണത്തിൽ നിന്നും ഒരു രക്തരഹിതമായിട്ടുള്ള വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ടത്? 1991 ഗോർബച്ചേവാണ്. 1991. അടുത്ത ചോദ്യം, വിച്ച് കൺട്രി വാസ് ഡിഫീറ്റഡ് ബൈ ബ്രിട്ടൻ ഇൻ ഒപ്പിയം വാർ 1839-42? 1839 മുതൽ 42 വരെ നടന്നിട്ടുള്ള ഒപ്പിയം വാറിൽ, കറുപ്പ് യുദ്ധത്തിൽ ബ്രിട്ടൻ ആരെയാണ് തോൽപ്പിച്ചത്? ചൈനയാണ്. അടുത്ത ചോദ്യം, ദ ലാസ്റ്റ് കിങ് ഓഫ് ഫ്രാൻസ് വാസ് എക്സിക്യൂട്ടഡ് ഇൻ 1793. ഏത് രാജാവാണ് 1793 വധിക്കപ്പെട്ടത്? ലൂയിസ് 16 അവസാനത്തെ ഫ്രാൻസിലെ അവസാനത്തെ രാജാവാണ് ലൂയിസ് 14. അടുത്ത ചോദ്യം, വിച്ച് കൺട്രി വാസ് ഡിഫീറ്റഡ് ബൈ നെപ്പോളിയൻ ഇൻ ദി ബാറ്റിൽ ഓഫ് ബോർഡിനോ ഇൻ 1812? ബാറ്റിൽ ഓഫ് ബോർഡിനോയിൽ നെപ്പോളിയൻ ഏത് രാജ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്? റഷ്യയാണ്. ഹു ലെഡ് ദ റവല്യൂഷൻ ഇൻ ചൈന ദാറ്റ് എൻഡഡ് ദ റൂൾ ഓഫ് മാച്ചു ക്വിങ് ഡൈനാസ്റ്റി? മാച്ചു ക്വിങ് ഡൈനാസ്റ്റിയുടെ അന്ത്യം വരുത്തിയ റവല്യൂഷൻ ഏതാണെന്നാണ് ചോദ്യം. റവല്യൂഷനെ നയിച്ചത് ആരാണെന്നാണ് ചോദ്യം. സൺ യാൻസനാണ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ചൈന വാസ് ഒഫീഷ്യലി ഡിക്ലെയർഡ് റിപ്പബ്ലിക്? ചൈനയെ റിപ്പബ്ലിക്കായിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത എന്നാണ്? 1912. 1912. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ മാവോ സെയിങ് തുങ് പ്രൊക്ലൈംഡ് ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന? മാവോ സേതുങ് ചൈനയെ പീപ്പിൾസ് റിപ്പബ്ലിക്കായിട്ട് പ്രൊക്ലെയിം ചെയ്തത് എന്നാണ്? 1949. 1949. ഇൻ വിച്ച് ഇയർ ദ കൾച്ചറൽ റവല്യൂഷൻ ഇൻ ചൈന വാസ് സ്റ്റാർട്ടഡ്? കൾച്ചറൽ റവല്യൂഷൻ, ചൈനയിലെ കൾച്ചറൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? 1966. 1966. ദ ഇയർ ഓഫ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1776. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നായിരുന്നു? 1776. അടുത്ത ചോദ്യം, ദ ഇയർ ഇൻ വിച്ച് ദ ലീഗ് ഓഫ് നേഷൻസ് വാസ് ബ്രോട്ട് ഇൻ ടു എഫക്റ്റ് അണ്ടർ ദ ട്രീറ്റി ഓഫ് വേഴ്സാലീസ് ഉടമ്പടി പ്രകാരം ലീഗ് ഓഫ് നേഷൻസ് എന്നാണ് ആരംഭിച്ചത്? 1920. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ചൈന വാസ് അഡ്മിറ്റഡ് ടു ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഇൻ ദ പ്ലേസ് ഓഫ് തായ്വാൻ? 1971. ദ ലാസ്റ്റ് എംപറർ ഓഫ് റഷ്യ ഹു വാസ് അസാസിനേറ്റഡ് ഇൻ 1918? 1918 അസാസിനേറ്റ് ചെയ്യപ്പെട്ട, വധിക്കപ്പെട്ടിട്ടുള്ള അവസാനത്തെ എംപറർ, റഷ്യയുടെ അവസാനത്തെ എംപറർ ആരായിരുന്നു? സാർ നിക്കോളാസ് രണ്ടാമനാണ്. സാർ ചക്രവർത്തിമാരുടെ ഭരണമായിരുന്നു റഷ്യയിൽ, അത് അവസാനിപ്പിച്ചത് സാർ നിക്കോളാസ് രണ്ടാമൻ്റെ വധത്തിലൂടെയാണ്. അടുത്ത ചോദ്യം, വിച്ച് സിറ്റി ഇൻ കേരള ഹാസ് ദ യങ്ങസ്റ്റ് മേയർ ഓഫ് ദി കൺട്രി? തിരുവനന്തപുരം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള മേയർ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഉള്ളത് നമ്മുടെ രാജ്യത്ത് തന്നെ തിരുവനന്തപുരം നഗരസഭയിലാണ്, കോർപ്പറേഷനിലാണ്. അടുത്ത ചോദ്യം, വേർ ദ ലാർജസ്റ്റ് മ്യൂറൽ പെയിൻറ്റിംഗ് ഇൻ കേരള വാസ് കംപ്ലീറ്റഡ് റീസെൻ്റ്ലി? ആൻസർ വർക്കല. കേരളത്തിലെ ഏറ്റവും വലിയ മ്യൂറൽ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയത് എവിടെയാണ്? വർക്കലയിലാണ്. അടുത്ത ചോദ്യം, ദ സൈറ്റ് ഓഫ് ദ കൺട്രീസ് ഫസ്റ്റ് ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം? കേരളത്തിലെ ആദ്യത്തെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ്, തൊഴിലാളി മൂവ്മെൻറ്റിൻ്റെ മ്യൂസിയം എവിടെയാണെന്നാണ് ചോദ്യം. ആലപ്പുഴയാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രൊജക്റ്റ് ടു കൺസ്ട്രക്ട് എ ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ് ഫോർ ഇന്ത്യ? ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റ് ഏതാണ്? സെൻട്രൽ വിസ്റ്റ പ്രൊജക്റ്റ്. അടുത്ത ചോദ്യം, ഹൂസ് ബർത്ത്ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് പരാക്രം ദിവസ്? ആരുടെ ജന്മദിനമാണ് പരാക്രം ദിവസമായിട്ട് ആഘോഷിക്കപ്പെടുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് സിറ്റി നാഷണൽ വാർ മെമ്മോറിയൽ വാസ് ഓപ്പൺഡ്? ഇന്ത്യയിലെ നാഷണൽ വാർ മെമ്മോറിയൽ എവിടെയാണ് ഓപ്പൺ ചെയ്തത്? എവിടെയാണ് ആരംഭിച്ചത്? ന്യൂ ഡൽഹിയിലാണ്. അടുത്ത ചോദ്യം, നെയിം ദ യൂണിയൻ ടെറിട്ടറീസ് വിച്ച് വെർ യുണൈറ്റഡ് ഇൻ ടു വൺ വിത്ത് എഫക്റ്റ് ഫ്രം 26 ജനുവരി 2020? 2020 ജനുവരി 26 ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഒരുമിപ്പിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം ദാദ്ര നഗർ ഹവേലി ആൻഡ് ദമൻ ദിയുമാണ്. അടുത്ത ചോദ്യം, ഇൻ മെമ്മറി ഓഫ് ഹൂംസ് ക്രാന്തി മന്ദിർ മ്യൂസിയം വാസ് ഓപ്പൺഡ് ഇൻ റെഡ് ഫോർട്ട്? ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ ആരുടെ സ്മരണാർത്ഥമാണ് ക്രാന്തി മന്ദിർ മ്യൂസിയം ആരംഭിച്ചത്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്മരണാർത്ഥമാണ്. അടുത്ത ചോദ്യം, ദ ആംഡ് ഫോഴ്സ് ഓഫ് വിച്ച് കൺട്രി ടുക്ക് പാർട്ട് ഇൻ ദ
2021 റിപ്പബ്ലിക് ഡേ പരേഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിന് 2021 റിപ്പബ്ലിക് ദിന പരേഡിന് ഏത് രാജ്യത്തിൻ്റെ ആർമഡ് ഫോഴ്സാണ് പങ്കെടുത്തത് എന്നാണ് ചോദ്യം. ഉത്തരം ബംഗ്ലാദേശാണ്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത രാജ്യത്തിലെ ആർമി ഫോഴ്സ് ഏതാണ്, ആർമഡ് ഫോഴ്സ് ഏതാണെന്നാണ് ചോദ്യം. ബംഗ്ലാദേശിൻ്റെ ആർമഡ് ഫോഴ്സാണ്. അടുത്ത ചോദ്യം, നെയിം ദ കൺട്രി ദാറ്റ് പ്രൊവൈഡ് റാഫേൽ എയർക്രാഫ്റ്റ് ടു ഇന്ത്യ, ഇന്ത്യക്ക് റാഫേൽ എയർക്രാഫ്റ്റ് നൽകിയ രാജ്യം ഏതാണ്? ഫ്രാൻസാണ്. ഫ്രാൻസിൽ നിന്നാണ് റാഫേൽ വിമാനങ്ങൾ, നമ്മളെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. 100 ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും വീണ്ടും കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. ക്ലിയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റെസൊല്യൂഷൻ കൂട്ടിയിട്ട് നോക്കുക. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ഉണ്ടാവും. ഒപ്പം വായിച്ചിട്ടും കേട്ടിട്ടും തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, ശ്രദ്ധിച്ചിരിക്കുക. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്